യും കൽക്കി രൂപികളായിരിക്കുന്ന എല്ലാ നാരായണന്മാർക്കും ശീലായപ്പന്റെ പ്രണാമം. ഇന്ന് വിഷ്ണുയുടെ 10ാമത്തെ ദിവസമാണ്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന മാതാപിതാ ഗുരു ദൈവം എന്ന കൺസെപ്റ്റാണ്. ഇന്നലെ നമ്മൾ ഗുരുവിനെ കുറിച്ച് പഠിക്കാൻ തുടങ്ങി. ഗുരുവിനെ വന്ദിക്കുന്നതിനെ കുറിച്ച് പഠിച്ചു. ഗുരു എന്ന വാക്കിന്റെ അർത്ഥം പഠിച്ചു. ഗുരു എന്നത് രു എന്നീ 2 അക്ഷരങ്ങൾ ചേർന്നാണ്. ഗു എന്ന് പറഞ്ഞാൽ അജ്ഞാനമെന്നും രു എന്ന് പറഞ്ഞാൽ മാറ്റ് എന്നതുമാണ്. മനുഷ്യന്റെ മനസ്സിൽ അജ്ഞാനത്തെ മാറ്റി കൊടുക്കുന്നവൻ ആരും അവനാണ് ഗുരു. അജ്ഞാനം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ 99% ആളുകൾക്കും അറിയില്ല അവരുടെ ഉള്ളിലെ പ്രാണനായും ഊർജ്ജമായും ജീവോർജ്ജമായി ഇരിക്കുന്നത് ഭഗവാനാണെന്നും എല്ലാവരും ഭഗവത് സ്വരൂപികളാണെന്നും ബോധം ആൾക്കാർക്കില്ല. ഇതിനെയാണ് അജ്ഞാനം എന്ന് പറയുന്നത്. എന്നാൽ ഒരു ഗുരുവിന് ഒരാളുടെ ഉള്ളിലെ ഈശ്വരനെ കാണിച്ചു കൊടുക്കാൻ പറ്റും. ഗുരു ഈശ്വരനെ അറിഞ്ഞ ആളാണ്. ഗുരുവിനും ഒരു ഗുരു ഉണ്ടാവും. ഞാനാണ് അധ്യാപികയായിട്ട് 26 വർഷം ജോലി ചെയ്തു. 1993 തൊട്ട് 2019 ഒരു അധ്യാപികയായിരുന്നു. ആദ്യത്തെ 13 വർഷം ഞാൻ ഭൗതിക വിദ്യയാണ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തത്. അടുത്ത 13 വർഷം ആത്മജ്ഞാനം ലഭിച്ചതിന് ശേഷം ആത്മവിദ്യ കൂടി പഠിപ്പിക്കാൻ തുടങ്ങി. എനിക്കൊരു ഗുരു ഉണ്ട്. അത് പരശുരാമന്റെ അവതാരമായ ഒരു ഗുരുവാണ്. ആ ഗുരു കേരളത്തിലാണുള്ളത്. അതുപോലെ നമ്മുടെ ദൈവങ്ങളായ ശ്രീകൃഷ്ണനും ശ്രീരാമനും യേശുക്രിസ്തുവിനും എല്ലാം ഗുരു ഉണ്ടായിരുന്നു. ശ്രീരാമന് വസിഷ്ഠ മഹർഷി ഗുരുവും, ശ്രീകൃഷ്ണന് സന്ദീപനി മഹർഷി ഗുരുവും, യേശുക്രിസ്തുവിന് സ്നാപക യോഗനാൻ ഗുരുവുമായിരുന്നു. ഒരു ഗുരു ഇല്ലാതെ ഒരിക്കലും ഒരാൾക്ക് തന്റെ ഉള്ളിലെ ഈശ്വരനെ കാണുവാനോ മറ്റൊരാൾക്ക് കാണിച്ചു കൊടുക്കാനോ സാധ്യമല്ല. അതുകൊണ്ട് ഒരു ഗുരുവിനെ കിട്ടുന്നത് സുഹൃതമാണ്, പുണ്യമാണ്, സൗഭാഗ്യമാണ്. ഒരു ഗുരു നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീർന്ന് നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും കിട്ടി. നമ്മുടെ ഹരി ഓം. കൽക്കി രൂപികളായിരിക്കുന്ന എല്ലാ നാരായണന്മാർക്കും ശീലായപ്പന്റെ പ്രണാമം. ഇന്ന് വിഷ്ണുയോഗയുടെ 11ാമത്തെ പാഠമാണ്. കഴിഞ്ഞ 10 ദിവസം നമ്മൾ എന്താ പഠിച്ചത് നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. ആദ്യമായി നമ്മൾ പഠിച്ചത് ഗണപതി സ്തുതിയാണ്. ഗണപതി സ്തുതിയുടെ അർത്ഥം ഇതാണ്: നമ്മൾ ഏതൊരു നല്ല കാര്യം തുടങ്ങുമ്പോഴും ഈശ്വരവന്ദനത്തോടു കൂടി വേണം ആരംഭിക്കാൻ. രണ്ടാമത് നമ്മൾ പഠിച്ചത് ഭൂവന്ദനമാണ്. സർവ്വചരാചരങ്ങളുടെ മാതാവാണ് ഭൂമി. നമ്മൾ ആദ്യം ഉറക്കം എണീറ്റ ഉടനെ ഭൂമിദേവി വന്ദിക്കണം. അതിനായി കൈ ഭൂമിയിൽ തൊട്ടുകൊണ്ട് ശിരസിൽ വെക്കുകയാണ് ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മൾ മാതാപിതാ ഗുരുദൈവം എന്ന കൺസെപ്റ്റിലൂടെ അടുത്ത പ്രാർത്ഥനയിലേക്ക് കടക്കേണ്ടതാണ്. മാതാപിതാവും നമ്മുടെ കാണപ്പെട്ട ദൈവങ്ങളാണ്. മാതാവിനെ വന്ദിക്കുന്നതിനായിട്ട് ഓം മാതൃദേവായ നമഃ എന്ന് 3 തവണ പറയുക. പിതാവിനെ വന്ദിക്കുന്നതിനായിട്ട് ഓം പിതൃദേവായ നമഃ എന്ന് 3 തവണ പറയുക. അതിനുശേഷം ഗുരുവിനെയാണ് വന്ദിക്കേണ്ടത്. ഗുരുവിനെ വന്ദിക്കുന്നതിന് ഗുരു ബ്രഹ്മ, ഗുരു വിഷ്ണു, ഗുരു ദേവോ മഹേശ്വര, ഗുരു സാക്ഷാ പരബ്രഹ്മം തസ്മൈ ശ്രീ ഗുരുവേ നമഃ എന്ന് പറയുക. ഗുരു എന്ന് പറയുന്നത് നമ്മളെ നമ്മൾക്ക് ആത്മവിദ്യ പകർന്നു തരുന്ന ആളാണ്. നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഈശ്വരനെ കാണിച്ചു തരാൻ കഴിവുള്ള വ്യക്തിയാണ്. അങ്ങനെ ഒരു ഗുരുവിനെ നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന നമ്മുടെ ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. ഗുരുവിനെ പ്രാർത്ഥിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഗുരുവിനെ കിട്ടുന്നതോടുകൂടി നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും ഇല്ലാതാകുകയാണ്. ഞാൻ എൻ്റെ ഗുരുവിനെ പറ്റി പറഞ്ഞ് പരശുരാമന്റെ പുനർജന്മമായ ഒരു ഗുരുവാണ് എനിക്കുള്ളത്. അതിന്റെ പ്രത്യക്ഷ ഗുരു. അതെൻ്റെ ഒരു ഗുരു മാത്രമല്ല, എനിക്ക് 13 ഗുരുക്കന്മാരുണ്ട്. 13 ഗുരുക്കന്മാരെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. 1-2 പേരുടെ പറയാം. ആദ്യത്തെ ഗുരു എന്ന് പറയുന്നത് ഭക്തിമാർഗത്തിലൂടെ എന്നെ വളർത്തിയത് എൻ്റെ മുത്തശ്ശിയാണ്. 1ാമത്തെ ഗുരു. 2ാമത്തെ ഗുരു മുത്തശ്ശനാണ്. അദ്ദേഹം ഭക്തിമാർഗത്തിൽ കൂട്ടിക്കൊണ്ടുപോയി. അദ്ദേഹമാണ് എനിക്ക് ആദ്യാക്ഷരങ്ങൾ പകർന്നു തന്നത്. 3ാമത്തെ ഗുരു എന്ന് പറയുന്നത് കുലഗുരുവായ ശ്രീനാരായണ ഗുരുവാണ്.